കുട്ടികളെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ലെസണായ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഡാറ്റ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ എന്ന് പറയുക. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട് എന്ന് പറയുന്നതിന് പകരം ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കൃത്യമായ ഡാറ്റയായി അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റ ഇല്ലാതെ ഒരു എന്താണ് ഇക്കണോമിക്സിലെ ഒരു കാര്യവും നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കും, ഇക്കണോമിക്സ് എന്നല്ല ഒരുവിധം എല്ലാ സബ്ജക്ട്സും, ഇപ്പോൾ ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, മാത്സ് ആവട്ടെ, ഇതിൻ്റെ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ ഡാറ്റ എന്നുള്ളത്. അതായത് ഡാറ്റ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഈ ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ലെസണിലൂടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ, അതായത് ഡാറ്റ, അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഡാറ്റ എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഡാറ്റ എന്താണ്, പ്രൈമറി ഡാറ്റയുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ടീച്ചർ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവുക, എഴുതി പോവുക കേട്ടോ. എഴുതുകയും വേണം. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ നോട്ട് എഴുതി പോകണം. അവസാനത്തേക്കോ പിന്നീടത്തേക്കോ വെക്കേണ്ടതില്ല. എന്താണ് നമ്മൾ സോഴ്സസ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഈ പറയുന്നത്. നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. സോഴ്സസ് ഓഫ് ഡാറ്റ, ഡാറ്റയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. മലയാളത്തിൽ ഡാറ്റയുടെ ഉറവിടങ്ങൾ എന്നാണ് അത് നോക്കുക. പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ? അതായത് ഒരാൾ ഡാറ്റ തൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് നേരിട്ട് കളക്ട് ചെയ്യുന്നതിന്, ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് എന്ത് പറയുക, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഡാറ്റയുടെ പ്രത്യേകത എന്താണ്? ഇത് കളക്ട് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും, ചിലപ്പോൾ പണച്ചെലവുണ്ടാകാം, ബുദ്ധിമുട്ടാകാം. ഫോർ എക്സാമ്പിൾ, ഞാൻ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു എൻക്വയറി, എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അതിപ്പോൾ കേരളത്തിൽ മുഴുവനുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിലാണ് നടത്തേണ്ടത് എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് എന്ത് ചെയ്യാണ്, എല്ലാ വിദ്യാർത്ഥികളിലും ടെസ്റ്റ് നടത്തുന്നു. ഇതെന്താണ്, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. എല്ലാ വിദ്യാർത്ഥികളും ഒരേ സമയം ടെസ്റ്റ് നടത്തുക എന്നുള്ളത് എന്താണ്, വേറെ വേറെ സമയത്തായാൽ പോലും അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, വളരെ കറക്റ്റായിരിക്കും അല്ലേ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു എന്താണ് ഇൻവെസ്റ്റിഗേഷനിലും എന്താവശ്യമാണ്, പ്രൈമറി ഡാറ്റ കളക്ഷനാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രൈമറി ഡാറ്റ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്നും പറയാറുണ്ട്. എന്താണ്, പ്രൈമറി ഡാറ്റ ഇസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. അതുപോലെ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്തായിരിക്കും? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്. ഓൾറെഡി ആരെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഓൾറെഡി കളക്റ്റഡ് ബൈ സംബഡി, വി ആർ യൂസിങ് ഇറ്റ് ഫോർ അവർ പർപ്പസ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഡാറ്റയാണ് എന്ത് പറയുക, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്താണ്, സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു 10 വർഷം കൂടുമ്പോഴൊക്കെ സെൻസസ് നടത്താറുണ്ട് അല്ലേ. അപ്പോൾ ഈ സെൻസസിൽ ഒരുപാട് ഡാറ്റ കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിന്. ഈ ഡാറ്റയൊക്കെ NSS പോലുള്ള വ്യത്യസ്ത ഓർഗനൈസേഷൻസ് കൈമാറുകയും അവിടെ നിന്ന് നമ്മൾ ആവശ്യാനുസരണം, അതായത് അതുപോലെ തന്നെ അതുവഴി ആർട്ടിക്കിളുകളിലും ന്യൂസ് പേപ്പറുകളിലേക്കും അതുപോലെ മാഗസിനുകളിലേക്കൊക്കെ ഈ ഡാറ്റ പോവുകയും അതായത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുകയും അതിലൊക്കെ ഇത് എത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ രാജ്യത്തുനിന്നല്ല ലോകത്തുടനീളമുള്ള ഡാറ്റ ഇത്തരത്തിൽ ഉള്ളതാണ്. നേരിട്ട് സ്റ്റഡി നടത്തണമെന്നില്ല, സെൻസസ് മെത്തേഡിൽ കൂടെ നേരിട്ട് തന്നെയാണല്ലോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അത് മറ്റൊരാൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതെന്തായി മാറുന്നത്, സെക്കൻഡറി ഡാറ്റയായി മാറുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണെന്നും സെക്കൻഡറി ഡാറ്റ എന്താണെന്നും നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളത് നോട്ടിലേക്ക് എഴുതുക, വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് ആ ടേബിളിൽ പറയുന്നുണ്ട്, അത് പഠിച്ചാലും മതി. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. എന്താണ് പ്രൈമറി ഡാറ്റ? ഇത് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. അതായത് ഡാറ്റ കളക്ട്സ് ഡയറക്ട്ലി, റോ ഡാറ്റ ആയിരിക്കും. പ്രൈമറി കളക്ട് ചെയ്യുന്ന ഡാറ്റ നമ്മൾ റോ ഡാറ്റ എന്താണെന്ന് പഠിച്ചിട്ടില്ലേ. അതായത് അസംസ്കൃത ഡാറ്റ, ഓർഗനൈസ് ചെയ്യാത്ത, തരംതിരിച്ചിട്ടില്ലാത്ത, ഇപ്പം മെയിൽ ഇത്ര ഫീമെയിൽ ഇത്ര എന്നിങ്ങനെ തരംതിരിച്ചിട്ടില്ലാത്ത ഡാറ്റയാണ് എന്ത്, റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ. അത് ആഫ്റ്റർ യൂസ് പ്രൈമറി ഡാറ്റ ബിക്കംസ് സെക്കൻഡറി ഡാറ്റ.
ഏതൊരു പ്രൈമറി ഡാറ്റയും ഇപ്പം ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ, ഞാൻ നിങ്ങളിലൊരു ടെസ്റ്റ് നടത്തി കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എനിക്കാണ് പ്രൈമറി ഡാറ്റ. ഇനി എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് മറ്റാരെങ്കിലും വാങ്ങിയാൽ അതെന്തായി മാറും? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറും. ഇറ്റ് റിക്വയേഴ്സ് ടൈം ആൻഡ് കോസ്റ്റ് ഫോർ ഇറ്റ്സ് കളക്ഷൻ. അല്ലേ, ഇതിനെ കളക്ട് ചെയ്യുമ്പോൾ ഇതിന് ധാരാളം സമയവും പണവും ഒക്കെ ആവശ്യമായിട്ട് വരുന്നു. ഇറ്റ് റിക്വയേഴ്സ് പ്രിക്കോഷൻ അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ. പ്രൈമറി ഡാറ്റയുടെ ഒരു പ്രത്യേകത, ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ ഡാറ്റ കളക്ഷൻ ഉള്ളത്. ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ടെസ്റ്റ് നടത്തേണ്ടി വരും. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗെറ്റ് അപ് ടു ഡേറ്റ് ഡാറ്റ. നമുക്ക് എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള, അപ്പോഴത്തെ ആ ടൈം ബീയിങ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതും എന്തിൻ്റെ പ്രത്യേകതയാണ്? ഈ പ്രൈമറി ഡാറ്റയുടെ പ്രത്യേകതയാണ്. ഇനി അപ്പുറത്തെ സൈഡ് നോക്കിയാൽ നിങ്ങൾ സെക്കൻഡറി ഡാറ്റ അത് പ്രോസസ്ഡ് ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ ക്യാൻ നെവർ ബി എ പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്താവില്ല, ഒരിക്കലും എന്താവില്ല, പ്രൈമറി ഡാറ്റ ആവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ ആവും അടുത്ത ആൾ ഉപയോഗിക്കുമ്പോൾ. പക്ഷെ ഓൾറെഡി സെക്കൻഡറി ഡാറ്റ ആയി കഴിഞ്ഞൊരു ഡാറ്റ പിന്നെ അത് പ്രൈമറി ആക്കാനായിട്ട് കഴിയില്ല. നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. റിക്വയേഴ്സ് കമ്പാരിറ്റീവ്ലി ലെസ് ടൈം ആൻഡ് കോസ്റ്റ്. അതായത് ഇത് ശരിയല്ലേ, മറ്റൊരാൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി എടുത്തിട്ട് വരാനായിട്ട് അതിനൊരു സമയവും വേണ്ട അല്ലേ, സമയം കുറവ് മതി. അതുപോലെ എന്താണ്, ചെലവും കുറവ് മതി. പിന്നെ എന്താണ്, ഇറ്റ് റിക്വയേഴ്സ് പ്രിക്കോഷൻ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് യൂസ്. പ്രൈമറി ഡാറ്റയിൽ കളക്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ കാരണം? ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്ത ഡാറ്റ എൻ്റെ സ്റ്റഡിക്ക്, ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റഡി എന്താണോ അതിന് അനുയോജ്യമായ വിധത്തിലായിരിക്കും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അയാളുടേതായിക്കൊള്ളണമെന്നില്ല, അതിൽ നിന്ന് കുറേ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എടുക്കുമ്പോഴെപ്പോഴും നമ്മുടെ പഠനത്തിന് ചേർന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആ ഡാറ്റ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന്. ഗെറ്റ് ഔട്ട്ഡേറ്റഡ് ഡാറ്റ. ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒരു കാലഹരണപ്പെട്ട ഡാറ്റയാണ് നമുക്ക് കിട്ടുക, ശരിയല്ലേ. അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഡാറ്റ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ടേബിൾ പഠിക്കാനല്ല ഇഷ്ടമെങ്കിൽ പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ പാരഗ്രാഫ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഈ പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ പഠിക്കണം. എളുപ്പം എനിക്ക് തോന്നുന്നു ഈ ടേബിൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിലേക്ക് ആദ്യം എഴുതേണ്ടത് എന്താണ്, സോഴ്സസ് ഓഫ് ഡാറ്റ എന്നുള്ള ഹെഡിങ് എഴുതിയതിന് ശേഷം ഈ ടേബിൾ വരച്ച് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ എഴുതാം. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന് മസ്റ്റായിട്ട് നമുക്ക് നോട്ട് വേണം. അതുകൊണ്ട് തന്നെ ഈ നോട്ടിൽ ഈ സെക്കൻഡ് ചാപ്റ്റർ മുതൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പോകുക കേട്ടോ. അടുത്തതായിട്ട് രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് ഹൗ ഡു വി കളക്ട് പ്രൈമറി ഡാറ്റ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ ആണ്. എന്താണ്, ഒരു നല്ല ചോദ്യാവലിക്കുണ്ടായിരിക്കേണ്ട. അപ്പോൾ ഒന്നാമത്തതാണ് നമ്മൾ സോഴ്സസ് ഓഫ് ഡാറ്റ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. അതായത് ഏതൊരു ഇൻവെസ്റ്റിഗേറ്റർക്കും എന്ത് വേണം, ഒരു ക്വസ്റ്റിനെയർ വേണം അല്ലേ. അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ക്വസ്റ്റിനെയർ ഇല്ലാതെ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ, അതായത് ഷെഡ്യൂൾ രൂപത്തിലോ ക്വസ്റ്റിനെയർ രൂപത്തിലോ ഒക്കെ എന്ത് വേണം, നമുക്ക് ആരിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അയാൾക്ക് അങ്ങനെ കൊടുത്താൽ മതി. ഇപ്പോൾ ടെലിഫോണിൽ കൂടെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിലും ക്വസ്റ്റ്യൻ റെഡിയാക്കിയിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ക്വസ്റ്റിനെയർ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ്, മെയിൻ പോയിന്റുകൾ മാത്രം മാർക്ക് ചെയ്താൽ മതി. അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം എന്നില്ല. അപ്പോൾ അതെല്ലാ പോയിന്റും പഠിക്കുക. ഏതൊക്കെയാണ് പോയിന്റ്സ് നോക്കിയേ. അപ്പം നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം മക്കളെ, ഇതൊന്നും കാണാണ്ട് പഠിക്കേണ്ടതില്ല. ഇപ്പോൾ എന്താണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോഴേ, ഇപ്പം ഞാനൊരു ക്വസ്റ്റിനെയർ നിങ്ങൾക്ക് തന്നു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലേ.
അതായത് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ക്ലിയർ, പ്രിസൈസ്, അതായത് ചുരുങ്ങിയ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ വേഗം അത് ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളത് അവിടെ ഇടും. അത് കുറേ വലിച്ചു വാരി എഴുതാനുണ്ട്, എനിക്കൊന്നും ഇപ്പോൾ വയ്യ എന്ന് പറയൂ അല്ലേ. അപ്പോൾ എന്താണ്, ചുരുങ്ങിയതായിരിക്കണം, അതുപോലെ എളുപ്പമായിരിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കണക്ട് ചെയ്ത് പോകുന്ന ചോദ്യങ്ങളാകരുത്, ഡബിൾ നെഗറ്റീവ്സ് പാടില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, അതായത് ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ടു ലോങ്, അത്ര മതി, നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. അപ്പോൾ അത് നോട്ടിലേക്ക് എഴുതാം ഓരോ പോയിന്റുകൾ കേട്ടോ. ദ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ആംബിഗസ്, ഹാഫ് മാർക്ക് ഈച്ച് കിട്ടുള്ളൂ ഓരോ പോയിന്റിനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി നിങ്ങൾ കുറച്ചേ പഠിക്കണുള്ളൂ, 5 തന്നെ പഠിക്കണുള്ളൂങ്കിൽ ഈ 5ന്റെ വിശദീകരണ സഹിതം പഠിക്കാം. അപ്പോൾ 5 മാർക്ക് വന്നാലും പോയിന്റ് പ്ലസ് എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാനിപ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങളോട് പറയുന്നത്. ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്, ദ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ആംബിഗസ്, ദ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എൻ അസെൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ ഇൻ എൻ ഓർഡർ, ഏതെങ്കിലും ഒരു ഓർഡർ, അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ഒക്കെ ആയിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കണം ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി സിമ്പിൾ, പ്രിസൈസ് ആൻഡ് ക്ലിയർ. കണ്ടോ, സിമ്പിൾ ആയിരിക്കണം, ഷോർട്ട്, പ്രിസൈസ് ആയിരിക്കണം, വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കണം. ദ ക്വസ്റ്റ്യൻസ് ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ജനറൽ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. ദ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ഡബിൾ നെഗറ്റീവ്സ്, ഇല്ലാതില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇല്ലാതില്ലേ എന്നൊക്കെ പറയും, അത് ഉണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കരുത് കേട്ടോ ഒരു ക്വസ്റ്റ്യനെയറിൽ. ദ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി എ ലീഡിങ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഒന്നുമൊന്ന് ലീഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ആൾട്ടർനേറ്റീവ്സ് ടു ദ ആൻസർ, അതായത് ആൻസറിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരാളെ കൊണ്ട് നിർബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ലേ, നിങ്ങൾക്ക് ആ ജോലിയല്ലേ ചെയ്യാൻ ഇഷ്ടം എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അവിടെ ക്വസ്റ്റ്യന് ആൻസറിന് പകരമായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കണു അല്ലേ. ആ ഒരു കമ്പൽഷനാണ് റെസ്പോണ്ടന്റിന്റെ ഭാഗത്തു നിന്ന് ഇന്ന ഉത്തരം കിട്ടണം എന്ന് വെച്ചിട്ടുള്ളൊരു കമ്പൽഷനാണത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ഹാവ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, എന്താണ്, ഒരിക്കലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി അവോയ്ഡഡ്, പേഴ്സണൽ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യണം. ദ ക്വസ്റ്റ്യനെയർ ഷുഡ് ഇൻക്ലൂഡ് ബോത്ത് ക്ലോസ്ഡ് ആൻഡ്, അതായത് നിങ്ങൾ ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അവോയ്ഡഡ് വരെ, അതായത് വ്യക്തിപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള അവിടം വരെയുള്ള അത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എത്ര പോയിന്റ് ഉണ്ട്, 2, 4, 6, 8, 10, ആ 10 പോയിന്റ് നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്തത് എന്താണ്, ക്ലോസ്ഡ് എൻഡിങ്ങും ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യനും ഉണ്ട്. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കണം എന്നില്ല, വേറെ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം നമ്മൾ എഴുതുക. അതായത് ചില ക്വസ്റ്റ്യൻ ക്ലോസ്ഡ് എൻഡഡ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യെസ് ഓർ നോയിൽ ആൻസർ പറഞ്ഞ് അവിടെ നിർത്താൻ പറ്റുന്ന ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിവിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി ചിലപ്പോൾ നമുക്ക് ഒരു വാക്കിലൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല, വളരെ നീണ്ടു പോകുന്ന ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും എന്താണ്, ഈ ക്ലോസ്ഡ് എൻഡഡും ഓപ്പൺ എൻഡഡും വേറെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. നിങ്ങൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയറിൽ അത് നിങ്ങൾ എഴുതണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 10 പോയിന്റ് നല്ല പോലെ എഴുതി വെക്കുക. അപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ്, ഒന്ന് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, 2 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. മക്കളെ ഇതിങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ടീച്ചർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്ത് തരണം, ഇത് പഠിച്ച് നാളെ അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ കേൾപ്പിച്ച് തരണം കേട്ടോ. ഇനി മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതായത് നമ്മളുടെ 3ാമത്തെ ചോദ്യമാണ് എന്ത്, മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അതായത് 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നില്ല. പക്ഷെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ 3 നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ്, ഒന്ന് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഫസ്റ്റ് വൺ എന്താണ്, പേഴ്സണൽ ഇൻ്റർവ്യൂ. സെക്കൻഡ് മെത്തേഡ് എന്താണ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ.
മെയിൽ ചെയ്യുക. ക്വസ്റ്റിനെയർ എന്ത് ചെയ്യുക? ക്വസ്റ്റിനെയർ മെയിൽ ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡാണ് ടെലഫോണിക് ഇൻ്റർവ്യൂ. എന്താണ്? ടെലഫോണിക് ഇൻ്റർവ്യൂ വഴി. ഇനി ഒരുപാടുണ്ട് കേട്ടോ, ഒബ്സർവേഷൻ മെത്തേഡും അതുപോലെ ഇന്നിപ്പോൾ ഒരുപാട് രീതികളിൽ കൂടി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാമല്ലോ. പക്ഷെ അതിൽ ഈ 3 നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും വരുന്നതാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ടീച്ചർക്ക് പ്രത്യേകമായിട്ട് ഒന്നും എഴുതി തരാനൊന്നുമില്ല. നിങ്ങൾ ബുക്ക് നോക്കി മാർക്ക് ചെയ്യൽ തന്നെയുള്ളൂ കേട്ടോ, എന്നിട്ട് പഠിക്കൽ തന്നെയുള്ളൂ. എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ആക്സസ് ടു ഓൾ മെമ്പേഴ്സ് ഇൻ ഫ്രം whom the data are to be collected. അതായത് ഇപ്പോൾ ടീച്ചറിന് ജസ്റ്റ് പറഞ്ഞു പോവാം. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അയാൾ നേരിട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോരുത്തരേലും ആ ക്വസ്റ്റ്യനെയർ കൊടുത്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്ലാസ് ആണെങ്കിൽ ഓക്കെ ടീച്ചർക്ക് എളുപ്പമാണ്. ആ ക്ലാസ്സിൽ വരിക, എല്ലാവർക്കും ക്വസ്റ്റ്യനെയർ തരിക, അത് ഫില്ല് ചെയ്തുകൊണ്ട് മേടിക്കാം അല്ലേ? അല്ലെങ്കിൽ ഓരോരുത്തരെയും വിളിച്ച് പേഴ്സണലായിട്ട് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ ആണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. ഓരോരുത്തരെയും വിളിച്ച് ടീച്ചർ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആ റെസ്പോൺസ് കളക്ട് ചെയ്യുക എന്നുള്ളത്, അതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇനി അതിന് ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. നിങ്ങൾ ആ അഡ്വാൻറ്റേജസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നോക്കി 4 അഡ്വാൻറ്റേജസ് എഴുതാം. അതായത് ഗെറ്റ്സ് ഒറിജിനൽ, ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ. നമുക്കറിയാം പേഴ്സണൽ ഇൻ്റർവ്യൂ വഴി നമുക്ക് കൃത്യമായിട്ടുള്ള എളുപ്പത്തിലുള്ള നല്ല ഡാറ്റ കിട്ടുന്നു അല്ലേ? അതുപോലെ തന്നെ റെസ്പോൺസ് ആൻഡ് കോപ്പറേഷൻ ഫ്രം ദ ഇൻഫർമേഷൻ ആർ ഹൈ. എന്തായാലും നമ്മളൊരാളെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കില്ലല്ലോ. നമ്മൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുത്താൽ അവർക്കത് കീറിക്കളയാം. പക്ഷേ നേരിട്ടാവുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കില്ല. അപ്പോൾ അത് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യത ഹൈ ആണ്. അതുപോലെ ഇനി വേണമെങ്കിൽ 3ാമത്തത് കളഞ്ഞു, നിങ്ങൾ 4ാമത്തെ എടുത്തോ. ഇറ്റ് ഇസ് പോസിബിൾ ടു കളക്ട് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. മിസ്ഇൻ്റർപ്രിട്ടേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബി അവോയ്ഡഡ്. തെറ്റിദ്ധാരണകളും ഒക്കെ എന്താണ് ഒഴിവാക്കപ്പെടും നേരിട്ട് ചോദിക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷം. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഓരോ മെത്തേഡിൻ്റെയും മെറിറ്റ്സ് ഡീമെറിറ്റ്സ് എഴുതാനാണ് എക്സാമിന് വരാറ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഗുണങ്ങളും ദോഷങ്ങളും പ്രത്യേകമായിട്ട്. അപ്പോൾ മെറിറ്റ്സ് മസ്റ്റായിട്ട് ഒരു 4 പോയിന്റ് പഠിക്കുക, ഡീമെറിറ്റ്സും ഒരു 4 ഉള്ളതിൻ്റെയൊക്കെ 4 പഠിക്കാം. അടുത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ കേട്ടോ. അപ്പോൾ ഇതിൽ ടീച്ചർ പ്രത്യേകം പറയണമെന്നില്ല, കളയാനൊന്നുമില്ല. പേഴ്സണൽ ഇൻ്റർവ്യൂ ആദ്യത്തെ പാരഗ്രാഫിനും ഫുള്ളായിട്ടും എഴുതാം, അല്ലെങ്കിൽ ആദ്യത്തെ 2 സെൻറ്റൻസ് എഴുതാം, അതിനുശേഷം മെറിറ്റ് ഡിമെറിറ്റ് എഴുതാം. പിന്നെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ കേട്ടോ. ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? അണ്ടർ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ പ്രിപ്പയേഴ്സ് എ ക്വസ്റ്റ്യനെയർ പെർട്ടൈനിങ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ റെസ്പോണ്ടൻസ് ബൈ മെയിൽ. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇത്ര ബുക്ക് വായിക്കാനൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ്? റെസ്പോണ്ടൻസിന് ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു? മെയിൽ അയച്ചു കൊടുക്കുന്നു ക്വസ്റ്റ്യൻസ്. മനസ്സിലായില്ലേ? അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യന് ആൻസർ മറുപടി ആയിട്ട് മെയിൽ ചെയ്യും. അത്രയേ ഉള്ളൂ. അതിന് കുറേ ഗുണങ്ങളുണ്ട്, കുറേ ദോഷങ്ങളും ഉണ്ട് കേട്ടോ. ഗുണങ്ങൾ ധാരാളമാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിനായാലും ഇത് അയച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നേരിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂവിനെ വെച്ച് കുറച്ച് എളുപ്പമാണ്. ദിസ് മെത്തേഡ് ഇസ് ലെസ് എക്സ്പെൻസീവ്. അയക്കുന്നൊരു ചിലവല്ലേ ഉള്ളൂ, ചിലവ് കുറവാണ്. ഇറ്റ്സ് ഓൺലി ദ മെത്തേഡ് ഫോർ ദ റിസർച്ചർ ടു റീച്ച് പീപ്പിൾ റിമോട്ട് ഏരിയാസ്. ഇപ്പോൾ റിമോട്ട് ഏരിയാസിലൊക്കെ ഉള്ളവരൊക്കെ കിട്ടാനായിട്ട് അവരിൽ നിന്ന് റെസ്പോൺസ് കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. അതുപോലെ തന്നെ അതിനൊരുപാട് ടൈം അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ 4 പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള നോക്കി 4 നിങ്ങൾ എഴുതുക. ഡിസഡ്വാൻറ്റേജസ് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ട് അല്ലേ? കാരണം എന്താണ്? എഴുത്തുമ്പോൾ അതിനറിയാത്തവരാണെങ്കിൽ ഇതെങ്ങനെ ഫില്ല് ചെയ്യും? ഇതെങ്ങനെ ചെയ്ത് തിരിച്ചയക്കും? അയക്കൂല. ചിലർ എന്താണ് കിട്ടിക്കഴിയുമ്പോൾ അപ്പുറത്തുള്ള നമ്മൾ അയച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ടൻസ് ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യില്ല അല്ലേ, ഒഴിവാക്കി കളയും. അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ അവർ തോന്നുമ്പോഴേ അയക്കുള്ളൂ. നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോഴാണ് പിന്നെ അത് ഒന്ന് അയച്ചു കിട്ടുക. അപ്പോൾ ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസഡ്വാൻറ്റേജസ് 4 മാർക്ക് ചെയ്യുക, എഴുതാം. പിന്നെ ടെലഫോണിക് ഇൻ്റർവ്യൂ കേട്ടോ, അതും നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫ് മാർക്ക് ചെയ്യുക. എന്താണ് ടെലഫോണിക് ഇൻ്റർവ്യൂ ആണെന്ന് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അല്ലേ? വളരെ പെട്ടെന്ന് ഡാറ്റ കളക്ട് ചെയ്യും. ഇപ്പോൾ കുറേ പേര് അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ടി കുറേ പേര് ഒരേ സമയം വിളിച്ച് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ റെസ്പോൺസ് മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ? വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നമുള്ളത് എല്ലായിടത്തും ടെലഫോൺ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനുമുണ്ട് എന്ത് ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നുള്ളത് ആ 4 വീതം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്?
ഒന്നാമതായി നമ്മൾ പഠിച്ചത് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. എന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. എന്താണ്? ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. നല്ല ക്വസ്റ്റ്യനെയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള രീതികൾ ഏതെല്ലാമാണെന്ന്. ഏതൊക്കെയാണ്? പേഴ്സണൽ ഇന്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലഫോണിക് ഇന്റർവ്യൂ. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് വിചാരിക്കണു. ഈ 3 ക്വസ്റ്റ്യനും എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ ചാപ്റ്ററിൽ ഒന്നും നമുക്ക് വിട്ടുകളയാനില്ല കേട്ടോ മക്കളെ. ഒരു ഹെഡിങ്ങും നമുക്ക് വിട്ടുകളയാനില്ല. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 40 മാർക്കിന് സ്റ്റാർട്ട് ചെയ്യുന്ന വരിക. അതിനിടാനുള്ള അത്രയും പ്രോബ്ലം നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്തത് ഒരു ചെറിയ ടോപ്പിക് കൂടി എടുത്തിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പൈലറ്റ് സർവേ. ദിസ് ഇസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പൈലറ്റ് സർവേ എന്താണെന്ന്? അതായത് പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പടിയായിട്ടുള്ള ഒരു പ്രീ ടെസ്റ്റിങ്ങിനെയാണ് ഈ പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് മക്കളെ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്? എന്തിനാണ് തയ്യാറാക്കുന്നത്? നമ്മളതൊരു പക്ഷെ ഒരു വലിയ ഗ്രൂപ്പിൽ കൊടുത്ത് റെസ്പോൺസ് കളക്ട് ചെയ്യാനാണ് അല്ലേ? ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ അതല്ലേ പഠിച്ചത്? പ്രൈമറി ഡാറ്റ നമ്മൾ പല മെത്തേഡ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നു. അതിനെങ്ങനെയാണ്? അതിനുവേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു. ഈ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയപ്പോഴേ ഫോർ എക്സാമ്പിൾ അതായത് ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനോടുള്ള പഠന അഭിരുചി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടെസ്റ്റ് നടത്തിയത് കേട്ടോ. അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോഴേ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് ഉൾപ്പെടുത്താൻ മറന്നുപോയി. എക്കണോമിക്സ് മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. ആ ടെസ്റ്റ് വാലിഡ് ആണോ? അല്ല അല്ലേ? അപ്പോൾ വീണ്ടും ടെസ്റ്റ് നടത്തേണ്ടി വരും. അപ്പോൾ നോക്കിയേ, ഇതൊരു വലിയ ഗ്രൂപ്പിനാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തിയതെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് പോയെങ്കിൽ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ട് ഉൾപ്പെട്ടിട്ടില്ല. അത് ഭയങ്കര തെറ്റായി പോയില്ലേ? അത് ശരിയാവോ? ആ പഠനം ശരിയാവോ? ഇല്ല, ആ പഠനം കൃത്യതയുള്ളതാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റ് സംഭവിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെയറെ വലിയ ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു ചെറിയ ഗ്രൂപ്പിൽ കൊടുത്ത് ആൻസർ ചെയ്യിപ്പിക്കും. ചെറിയ ഗ്രൂപ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസ് കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഡാറ്റ നോക്കുമ്പോൾ അതിലെ കുറവുകൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇത്തരത്തിൽ ശരിയായ ടെസ്റ്റിന് മുമ്പ്, ശരിയായ വിവരശേഖരണത്തിന് മുമ്പ്, ഡാറ്റ കളക്ഷന് മുമ്പായിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിൽ കൊടുത്ത് ഈ ഡാറ്റയെ എന്ത് ചെയ്യുന്നു? നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡാറ്റയുടെ അക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെറിയ ഗ്രൂപ്പിൽ ടെസ്റ്റ് നടത്തുന്നതിനാണ് എന്ത് പറയുക? പൈലറ്റ് സർവേ. മക്കളെ, പല മണ്ടത്തരങ്ങളും കുട്ടികൾ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കാറുണ്ട്. ഞങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിലിരുന്ന് ചിരിക്കലാണ് സാധാരണ. കാരണം പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ വിമാനം ഓടിക്കുന്ന പൈലറ്റിനെ കുറിച്ചുള്ള സർവേ ആണ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ മക്കൾ അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. നല്ല കുട്ടികളായിട്ട് പഠിച്ച് തന്നെ എഴുതാം. അപ്പം എന്താണ് പൈലറ്റ് സർവേ എന്നുള്ളത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അവിടെ എഴുതിയ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് വെൻ ക്വസ്റ്റ്യനെയർ ഇസ് റെഡി ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കണ്ടക്ട് എ ട്രൈ ഔട്ട് ഓർ ട്രയൽ റൺ. കേട്ടോ, നമ്മളൊരു കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, അത് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്ര ട്രയൽ റൺ നടത്തിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ഇത്തരത്തിൽ എന്തൊരു കാര്യത്തിനും എന്ത് വേണം? ഒരു ട്രയൽ ഔട്ട് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയറും. അതിനു വേണ്ടി ഒരു ട്രയൽ റണ്ണ് വേണം. അപ്പോൾ ഇത്തരത്തിലൊരു ട്രയൽ റൺ നടത്തുന്നതിനാണ് എന്ത് പറയുക? പൈലറ്റ് സർവേ. അപ്പോൾ എന്താണ്? ക്വസ്റ്റ്യനെയർ റെഡി ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കണ്ടക്ട് എ ട്രൈ ഔട്ട് ഓർ ട്രയൽ റൺ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ്. സച്ച് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ ഇസ് നോൺ ആസ് പൈലറ്റ് സർവേ. അത്രയും മാർക്ക് ചെയ്യുക കേട്ടോ. ആ ഒരു സെൻറ്റൻസ് ആണ് അതിൻ്റെ ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം പൈലറ്റ് സർവേയുടെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും മറന്നു പോകരുത്. എന്താണ്? അഡ്വാൻറ്റേജസ് എഴുതിയിരിക്കണം. എന്താണ്? അഡ്വാൻറ്റേജസ് എഴുതിയിരിക്കണം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? അത് പറയുന്നുണ്ട്. പൈലറ്റ് സർവേ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ സർവേ. സർവേയെ കുറിച്ചിട്ടുള്ള
ഒരു പ്രിലിമിനറി ഐഡിയ കിട്ടും, തെറ്റ് വരാതിരിക്കാൻ സഹായിക്കും. അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെഫിനിഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് ആ 5 പോയിന്റ് ഉണ്ട്, 5 പോയിന്റും എഴുതണം. കാരണം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? പൈലറ്റ് സർവേ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ സർവേ. എന്നിട്ട് മസ്റ്റായിട്ടും 4 പോയിന്റെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം എന്തായാലും. കാരണം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 പോയിന്റ് പ്ലസ് ഡെഫിനിഷൻ്റെ മാർക്ക് 5 മാർക്ക് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പൈലറ്റ് സർവേ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ സർവേ. സർവേയെ കുറിച്ചിട്ടുള്ള ഒരു പ്രാഥമിക അറിവ് ലഭിക്കാൻ സഹായിക്കുന്നു. ദ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ ഹെൽപ്സ് ദ റിസർച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡ്രോബാക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ അസസിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ്, പെർഫോമൻസ് ഓഫ് എന്യൂമറേറ്റേഴ്സ് എക്സെട്ര. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ആൻഡ് ടൈം ഓഫ് ദ ആക്ച്വൽ സർവേ. ആക്ച്വൽ സർവേയുടെ കോസ്റ്റും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ചിലവ്. ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ ടു അഷ്യൂർ ദ എഫിഷ്യൻസി ഓഫ് ദ ഫ്യൂച്ചർ സർവേ. ഭാവിയിലുള്ള സർവേയുടെ ഒരു കാര്യക്ഷമത മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് മക്കളെ? ഒന്നുകൂടി 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? അതായത് കളക്ഷൻ ഓഫ് ഡാറ്റയിൽ എന്താണ് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? പൈലറ്റ് സർവേ. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് ടീച്ചർ എടുക്കുന്നതാണ്. അത് സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് സർവേ മെത്തേഡുമാണ്. അതോടുകൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുക. ഓക്കെ, താങ്ക് യു.